ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ലൈവിൽ ഇപ്പോൾ അക്ബർ ഇരുന്ന് ആര്യന്റെ അടുത്ത് സാബ്മാന്റെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഭയങ്കര ഗ്രൂപ്പുകളെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ഭയങ്കര ഗ്രൂപ്പുകളെയാണെന്നാണ് പറയുന്നത്. അക്ബർ അത് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദില വെറുതെ അനീഷിന്റെ പേരെടുത്തിട്ട് ആ ഒരു നോമിനേഷൻ വേസ്റ്റ് ആക്കി കളഞ്ഞു, അസാധുവാക്കി കളഞ്ഞു എന്നുള്ളൊരു അഭിപ്രായമാണ്. അത് എനിക്കും തോന്നുന്നുണ്ട്. ആര്യൻ ശരിക്കും കളിച്ചൊരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെയും ഷാനവാസിനെയും ആരും പറയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവര് നോമിനേഷനിലേക്ക് വന്നു. ആദില അവിടെ ഷാനവാസിന്റെ പേര് പറയുകയായിരുന്നുണ്ടെങ്കിൽ ഷാനവാസ് സ്വാഭാവികമായിട്ടും ആദിലയുടെ പേര് പറഞ്ഞേനെ. അങ്ങനെ അവർ രണ്ടുപേരും നോമിനേഷനിലേക്ക് വന്നേനെ. 9 പേരും നോമിനേഷനിലേക്ക് വരേണ്ട ഒരു സാഹചര്യം വന്നേനെ. അപ്പൊ അങ്ങനെയൊന്നും ആദില കളിക്കാത്തത് കൊണ്ട് മാത്രമാണ് 9 പേരും നോമിനേഷനിൽ വരാതിരുന്നത്. 7 പേര് മാത്രം നോമിനേഷനിൽ വന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം ഇവര് തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് കളിക്കാനായിരുന്നുണ്ടെങ്കിൽ 3 വോട്ട് വീതം വെച്ച് കൊടുത്ത് ഷാനവാസിനെയും അനീഷിനെയും അങ്ങ് നോമിനേറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ ഇവർ പറയുന്നുണ്ട്. കറക്റ്റ് കാര്യങ്ങളാണ് കേട്ടോ. എനിക്കിത് ആദ്യമായിട്ട് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇത് ആദിലേക്ക് ആ രീതി ഗെയിം കളിക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ആദിലെ അങ്ങനെ ആർക്കാണ് കുറവെന്ന് നോക്കി ഒരു വോട്ടും കൂടെ കൊടുത്തത് 2-2 വെച്ചാക്കേണ്ടതായിരുന്നു. അങ്ങനെയും ഗെയിം കളിക്കാമായിരുന്നു. പക്ഷെ അതിൽ അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഷാനവാസിനെ സേവ് ചെയ്തു, ഷാനവാസ് തിരിച്ച് സേവ് ചെയ്തു. അങ്ങനെ ഇവർ 2 പേരും സേവ് ആയിട്ട് അവിടെ ഇരുന്നു. ബാക്കി 7 പേര് നോമിനേഷനിലേക്ക് വന്നു. ഇത് തന്നെയായാലും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലിസ്റ്റാണ് കേട്ടോ. കാരണം 2 ഗെയിമേഴ്സ് ഉണ്ട് ഈ കൂട്ടത്തില്. ഇതിൽ ആരെങ്കിലും ഒരാള് പുറത്താകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.